മാലയിട്ട അയ്യപ്പന്മാർ അഷ്ടമൈഥുനങ്ങളെ ത്യജിക്കണമെന്നാണ് പറയുന്നത്. ഈ അഷ്ടമൈഥുനങ്ങളെ ത്യജിച്ചാൽ വീര്യം എന്നാണത്രേ പറയുന്നത്. ഇത് പൂജാകൽപ്പത്തിലുള്ളതാണ് കേട്ടോ. അതായത് എന്താണ് അഷ്ടമൈഥുനങ്ങൾ? മൈഥുനം എന്നാൽ സെക്ഷുവൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാമിയായിട്ട് മാലയിട്ടാൽ അത്തരത്തിലുള്ള സ്ത്രീ സംയോഗം പാടില്ല. സ്ത്രീകളെ കാണുക പോലും ചെയ്യരുതെന്നാണ് പണ്ട് കാലത്തുള്ളവർ പറയാം. സ്ത്രീകളെ സ്പർശിക്കരുത്, സ്ത്രീകളോട് സംസാരിക്കരുത്, ഗോപ്യമായ കാര്യങ്ങൾ ചിന്തിക്കരുത്, ക്രീഡകളിൽ ഏർപ്പെടരുത്, കാമോദ്ദീപമായിട്ടുള്ള സങ്കല്പങ്ങൾ ചെയ്യരുത്, സ്ത്രീ സമാഗമത്തിന് പരിശ്രമിക്കരുത്, ഇനി സ്ത്രീ സമാഗമങ്ങളിൽ ഏർപ്പെടരുത്. ഇനി അഥവാ ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? പഞ്ചഗവ്യ ശുദ്ധി വരുത്തി 101 തവണ ശരണം വിളിക്കണം എന്നാണത്രേ വിധി. ഇനി ഈ അഷ്ടമൈഥുനങ്ങളെ ത്യജിച്ചാൽ സ്വാമിക്ക് എന്ത് കിട്ടും? അതായത് നമ്മൾ ഭക്തർക്ക് എന്ത് ലഭിക്കും എന്നാണ് പറയുന്നത്? 9 തരത്തിലുള്ള ഗുണങ്ങളാണ് നമുക്ക് ഭഗവാൻ പ്രദാനം ചെയ്യുന്നത്. അതെന്തൊക്കെയാണ്? ആയുസ്, തേജസ്, ബലം, വീര്യം, യശസ്, പ്രജ്ഞ, പുണ്യം, സജ്ജന സംയോഗം, ശ്രീ എന്നാൽ ഐശ്വര്യം അല്ലേ? അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നമുക്ക് ഭഗവാൻ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്വാമിയായി മാലയിട്ട് കഴിഞ്ഞാൽ ഈ അഷ്ടമൈഥുനങ്ങളെയും ഉപേക്ഷിക്കാൻ തയ്യാറാവണം.